വിസ്റ്റം പണ്ഡിത സഭ അംഗമായ മറുഭാഗത്തുള്ള വ്യക്തി ഇവിടെ നിന്നുള്ള മറുപടികൾ കേൾക്കുകയും ഇവിടെ ഉന്നയിക്കപ്പെടുന്ന മറുചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുകയും ചെയ്യേണ്ടതുണ്ട്. അനസ് മൗലവി, നിങ്ങൾ എന്നെ വിസ്ഡം പണ്ഡിത സഭാംഗം എന്നൊക്കെ വളരെയധികം പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് പറഞ്ഞാലും ഞാൻ നിങ്ങളെ അനസ് മൗലവി എന്നേ പറയുകയുള്ളൂ. കാരണം ദൗർഭാഗ്യവശാൽ നിങ്ങൾ ഇന്ന് വഹിക്കുന്ന ഈ പ്രസ്ഥാനത്തിലെ സ്ഥാനത്തെ സംബന്ധിച്ചെങ്ങാൻ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അത് ഈ മഹാപ്രസ്ഥാനത്തിന് അതൊരു വലിയ കുറച്ചിലായി പോകും. അതുകൊണ്ട് നിങ്ങളുടെ പേര് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. ഈ കുഫ്രിയത്തിനെതിരെ ഞങ്ങൾ പോരാടും. അത് ഞങ്ങളുടെ ദീനിനോടുള്ള ബാധ്യതയാണ്. ഈ വിഷയം വളരെ മർമ്മപ്രധാനമായ വിഷയമാണ്. ശിർക്കും തൗഹീദും വേർതിരിക്കുന്ന വിഷയമാണ്. ആ വിഷയം ചർച്ച ചെയ്യുവാൻ വേണ്ടിയാണ് ഗൗരവതരമായ ചില ചോദ്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞപ്പോൾ എഴുതിയ കുറിപ്പിൽ പറഞ്ഞത് തൗഹീദും ശിർക്കും വേർതിരിക്കുന്ന ഗൗരവമായ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നു എന്നാണ്. ആ വലാലത്തിനെ ഞങ്ങൾ എതിർക്കും ഇൻഷാ അല്ലാഹ്. ഞങ്ങളുടെ ആയുസ്സുള്ളിടത്തോളം കാലം ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി നിന്നുകൊണ്ട് ഈ വലാലത്തിനെതിരെ, ഈ കുഫ്രിയത്തിനെതിരെ ഞങ്ങൾ പോരാടും. അത് ഞങ്ങളുടെ ദീനിനോടുള്ള ബാധ്യത. ജിന്നിന്റെ പ്രവർത്തനം, ജിന്ന് ഉപദ്രവിച്ചാലും ശരി, ജിന്ന് സഹായിച്ചാലും ശരി, അതൊന്നും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല, അതൊന്നും അഭൗതികമല്ല എന്ന് വളരെ കൃത്യമായി ഇദ്ദേഹം പ്രസ്താവിക്കുന്നു. ഏത് ഉസൂലിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത് എന്നാണ് എന്റെ ചോദ്യം. ഈ 3 ഗ്രന്ഥങ്ങളിൽ മുജാഹിദ് പണ്ഡിതന്മാർ പണ്ടേ പറഞ്ഞ കാര്യങ്ങൾ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതായിരുന്നോ? ഏതായിരുന്നു ആ കായിക? ആ കായികയിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ എങ്ങനെ തെറ്റി എന്നത് ഗൗരവം നിറഞ്ഞ ചോദ്യമല്ലേ? ഇത് വിസ്ഡം ഉണ്ടാക്കിയതാണോ? വിസ്ഡത്തിലെ ഏതെങ്കിലും ആളുകൾ വിസ്ഡം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം എഴുതിയ ഗ്രന്ഥമാണോ? ഇവിടെ ഈ ക്ലിപ്പിന്റെ കളിയുണ്ടല്ലോ. ഒരു ആയത്ത് ഓതാനില്ലാത്തവൻ, ഒരു ഹദീസ് പറയാനില്ലാത്തവൻ ആശ്വാസം കാണുന്നത് മുഴുവനും ഈ രൂപത്തിലുള്ള കുറെ ക്ലിപ്പുകളിലാണ്. ആ ക്ലിപ്പ് കൂടി ഇല്ലെങ്കിൽ ഇവരുടെ വെന്റിലേറ്ററിൽ പുറത്തിട്ട പോലാവും. ആകെയുള്ള ഒരു ആശ്വാസമാണ് കുറച്ച് ക്ലിപ്പുകൾ. ആ ക്ലിപ്പുകൾ കാണിച്ച ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ ക്ലിപ്പും എടുത്തുകൊണ്ടാണ് നമ്മുടെ പണ്ഡിത സഭാംഗം ഇപ്പോൾ കടന്നു വന്നത്. ആ ക്ലിപ്പ് കൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം പഠിപ്പിച്ചു തരും. അനസ് മൗലവി, താങ്കൾക്ക് അല്ലാഹുവിനെ പേടിയില്ലേ? താങ്കൾക്ക് ഇത് ജനങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ ലജ്ജ തോന്നുന്നില്ലേ? ഈ തഖ്വ അങ്ങോട്ട് കൂടും, പരലോക ബോധം അങ്ങോട്ട് കൂടും. നേരത്തെ പറഞ്ഞില്ലേ, കത്തിന്റെ അവസാനത്തിൽ പരലോകവും മഹ്ശറയൊക്കെ പറഞ്ഞില്ലേ? അതുപോലെ ഇങ്ങനെ മഹ്ശറയും പരലോകമൊക്കെ ഇനി നന്നായിട്ട് ഇങ്ങനെ കൂടും. ആ ഓർമ്മ ഇങ്ങനെ വരും. ആ ഓർമ്മ നിങ്ങൾക്ക് ഹക്കായ ഓർമ്മയാണെങ്കിൽ, നിങ്ങൾ ആഖിറത്തിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണയ്ക്ക് നിൽക്കേണ്ടി വരുമെന്ന ഉത്തമമായ ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി ഇതിന് മറുപടി പറയണം. മഅദല്ലാഹ്, ഇദ്ദേഹം പറയുന്നത് കളവാണ്. കേരളത്തിലെ പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളെ, അലൈസ മിൻകും റജുലുർ റഷീദ്, നിങ്ങളുടെ കൂട്ടത്തിൽ തന്റേടമുള്ള, വിവേകമുള്ള, വിവരമുള്ള, ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഈ മനുഷ്യൻ കളവ് പറയുന്നത് ഒന്ന് അവസാനിപ്പിക്കുവാൻ, ഇദ്ദേഹത്തിന്റെ കൈകൾ പിടിച്ച് അരുതേ എന്ന് പറയുവാൻ? ആരെയാണ് നിങ്ങൾ പൊട്ടം കളിപ്പിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ പൊട്ടം കളിപ്പിക്കുന്നത്? നിങ്ങൾ ആരെയാണ് കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ ആരെയാണ് പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത്? വ്യക്തമാക്കണം. നിങ്ങൾ അങ്ങനെ ചോദ്യം ചോദിച്ചു പോകാമെന്ന് വിചാരിക്കേണ്ടതില്ല. ചോദ്യങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി വെടികുണ്ട പോലെ നിങ്ങളുടെ നെഞ്ചിന് നേരെ വരും. നിങ്ങൾ വിചാരിച്ചത് 2 ക്ലിപ്പിട്ട് കളിച്ചു പോകാമെന്നാണ്. അങ്ങനെ 2 ക്ലിപ്പിട്ട് ഒരിക്കലും കളിച്ചു പോകാൻ നിങ്ങൾക്ക് കഴിയില്ല. ഈ ഒരു അവസരം ഞങ്ങൾക്ക് ലഭിച്ച അവസരമാണ്. നിങ്ങളായിട്ട് ഞങ്ങൾക്ക് തന്ന അവസരമാണ്. ഞങ്ങളുടെ ക്ലിപ്പുകൾ ഇട്ടുകൊണ്ട് നിങ്ങൾ സമൂഹ മധ്യത്തിൽ കുറച്ചു കാലമായി ഇറങ്ങി നടക്കുന്നുണ്ട്. എരന്നു വാങ്ങുകയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ കൃത്യമായി മറുപടി പറയണം. നിങ്ങൾ പറയുന്നത് അത് ബടായിയാണ്, കളവാണ് എന്നാണ്. എങ്കിൽ ആ കളവ് തന്നെയല്ലേ അനസ് മൗലവി നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ വാദപ്രകാരം തന്നെ. ഇനി വീണ്ടും കേൾക്കൂ, അദ്ദേഹം പറയുന്നത് ഞങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് കോട്ടിമാട്ടി പറയുകയാണ്. മാത്രമല്ല, ഇപ്പോൾ അവരെടുത്തിരിക്കുന്ന ഒരു പുതിയ അടവ്, ഇവരുടെ രഹസ്യ സർക്കുലറൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പല സദസ്സുകളിലും വിശദീകരിച്ചിട്ടുണ്ട്, ഇനിയും വിശദീകരിക്കും. ആ രഹസ്യ സർക്കുലറുകളിലൂടെ ഇവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പൊതുവായി ഇതൊന്നും പറയാതെ നമ്മുടെ ആളുകൾക്കിടയിൽ മാത്രം ഇതിങ്ങനെ പറയുക, എന്നിട്ട് എട്ടും പൊട്ടും തിരിയാത്ത, ഒന്നും അറിയാത്ത പാവങ്ങളെ സോഷ്യൽ മീഡിയകളിൽ ഇറക്കി വിടുക, നേതാക്കന്മാരൊക്കെ ഔങ്ങിയിരിക്കുക. അത് ഇവർ സർക്കുലർ രേഖപ്പെടുത്തുകയാണ്. ജില്ലാ നേതാക്കന്മാരും അതുപോലെ തന്നെ മറ്റുള്ള നേതാക്കന്മാരൊക്കെ ഔങ്ങിയിരിക്കുക, അവർ രംഗത്ത് വരരുത്. എന്നിട്ട് പാവപ്പെട്ട, ഒന്നും അറിയാത്ത, നിഷ്കളങ്കരായ മനുഷ്യരെ സോഷ്യൽ മീഡിയയിലേക്ക് ഇറക്കി വിടുക. അവർക്ക് ഒന്നും അറിയില്ല. അവരുടെ കയ്യിൽ ഈ ടൂളുകൾ അവർ കൊടുക്കുക. അവർ കൊണ്ടുവന്നിട്ട് തെറി എഴുതുക, ആക്ഷേപിക്കുക, അതുപോലെ തന്നെ മോശമായ ഫോൺ കോളുകൾ ചെയ്യുക, മോശമായ വളരെ തെറി പറഞ്ഞുകൊണ്ടുള്ള വോയിസുകൾ അയക്കുക. അത്തരം ഈ പാവപ്പെട്ട മനുഷ്യർ, എട്ടും പൊട്ടും തിരിയാത്ത പാവങ്ങളായ സാധാരണക്കാരായ മനുഷ്യരെ ഇതിനുവേണ്ടി ഇവർ ഉപയോഗപ്പെടുത്തുക. എന്തൊരു അക്രമമാണ് ഈ മനുഷ്യൻ പറയുന്നത്! യാതൊരു നിലക്കും ലജ്ജയില്ലാതെ, യാതൊരു നിലക്കും റഹ്മാനായ റബ്ബിനെ പേടിയില്ലാതെ ഈ മനുഷ്യൻ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെ മാറ്റിമറിക്കാൻ നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന്, ഏതെങ്കിലും കുബൂരികളുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടുണ്ട് എങ്കിൽ എത്രയായിരുന്നു എന്നുകൂടി വ്യക്തമാക്കണം. അനസ് മൗലവി, ഹറാമ് അറിയാതെ തിന്നു പോയിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്യുക. നിങ്ങളുടെ വാക്കനുസരിച്ച് ഞാൻ പറയുകയാണ്. കാരണം ഹലാല് തിന്നുന്നവർക്കൊക്കെ വിഷയം മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് മനസ്സിലാകാതെ പോകുന്നത്, നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ സലാം സുല്ലമയെ ഉദ്ധരിച്ചുകൊണ്ട് ഹറാമ് തിന്നുന്ന വല്ല അവസ്ഥ ഉണ്ടായിട്ടാണെങ്കിൽ അത് മാറ്റിയാൽ ഈ വിഷയം തിരിയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞ വാചകമായതുകൊണ്ട് ഞാൻ ഉദ്ധരിച്ചതാണ്. ഒന്നുകിൽ ഇത് നിങ്ങൾ തിരുത്തുക, ഞങ്ങൾ ഇതുമായി ബന്ധമില്ല, ഞങ്ങൾക്ക് സംഭവിച്ചു പോയതാണ്, ഞങ്ങൾ ഇതാ തൗബ ചെയ്യുന്നു. അത് കുറിപ്പിട്ടാ പോരാ. അങ്ങനെ ഉണ്ടല്ലോ, തോന്നിയാസം പറയാ, എന്നിട്ട് കുറിപ്പ് ഇങ്ങനെ എഴുതുക, അത് പോരാ. നേരെ മറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ, കൃത്യമായി അതേ തൗബ ചെയ്ത് അത് വ്യക്തമാക്കി, അത് ജനങ്ങളോട് വ്യക്തമാക്കി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്, അതായത് സമൂഹത്തെ ബാധിക്കുന്ന വിഷയം അങ്ങനെ ചെയ്യേണ്ടത്, അങ്ങനെ തൗബ ചെയ്ത് മടങ്ങുക.